അങ്ങനെ നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ അവർ എൻ്റെ വീഡിയോ റിപ്പോർട്ട് അടിച്ച് ആ വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് മറ്റാം. എന്ത് തന്നെയായാലും മീഡിയ ഫ്രീഡത്തിനെ പറ്റി ഘോരെ പ്രസംഗിക്കുന്ന നിങ്ങളാണ് ഈ പണി തന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ആഴ്ച മുമ്പ് ഞാൻ റിപ്പോർട്ടർ ടി വിയുടെ ഒരു ന്യൂസിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ചീഫ് മിനിസ്റ്റർ കാപ്പിക്കാട് ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് അവർ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിനെ പറ്റിയാണ് അവർ ചെയ്തത്. കാരണം ഇവർ കൊടുക്കുന്ന ന്യൂസ് ഡബിൾ ചെക്ക് ഒന്നും ചെയ്യുന്നില്ലേ, അങ്ങനത്തെ രീതിയിൽ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ചെറിയൊരു റീലായിരുന്നു ആക്ച്വലി. ഏകദേശം 1 മിനിറ്റും 20 സെക്കൻഡും ആണ് എൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോക്ക് എനിക്ക് ടോട്ടൽ 30K വ്യൂസ് ആണ് കിട്ടിയത്. 30K വ്യൂസ് പ്ലസ് ഒരു 200 നിയർ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെയർ, റീപോസ്റ്റ് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു എൻഗേജ്മെൻ്റ് ആണ് ആ ഒരു വീഡിയോയിൽ വന്നത്. കാരണം എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഷെയർ ചെയ്യുന്നുണ്ട്, പലരും പലരുടെ തോട്ട്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. പക്ഷേ ലാസ്റ്റ് 13-ാം തീയതി ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് നിങ്ങളുടെ വീഡിയോ റിമൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് നോക്കിയായിരുന്നു. അതിൽ നോക്കിയപ്പോൾ അതിൽ വന്ന പേര് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ടീം തന്നെയാണ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന്. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അവർ കൊടുത്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് തന്നേക്കുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഇവർ ഈ കാപ്പിക്കാട് ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നുള്ളൊരു ബൈറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വീഡിയോയിൽ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് അവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്തത്. ഓക്കെ, ഇവരുടെ തന്നെ വേറൊരു വീഡിയോ കണ്ടു നോക്കാം ആദ്യം തന്നെ. ഇവരുടെ വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോയിലും എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുഴപ്പമില്ല, നമുക്ക് നോക്കാം ഇതോടം വരെ പോകുന്നു. സർക്കാരിനെതിരായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന്റെ പേരിൽ റിപ്പോർട്ടർ ടി വി നേരിടുന്നത് സമാനതകളില്ലാത്ത മാധ്യമവേട്ട. സർക്കാർ ഔദ്യോഗികമായി നൽകിയ നിയമ അഭ്യർത്ഥനയെ തുടർന്നാണ് വാർത്തകൾ നീക്കം ചെയ്തതെന്നാണ് മെറ്റയിൽ നിന്നും ഇമെയിൽ വഴി ലഭിച്ച മറുപടി. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് സർക്കാർ വാർത്ത നീക്കിയത്. IT റൂൾ ദുരുപയോഗം ചെയ്ത് തങ്ങൾക്കെതിരായ വാർത്തകളെ നീക്കം ചെയ്യിപ്പിക്കുന്ന ഫാസിസ്റ്റ് നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഈ കടന്നുകയറ്റത്തെ, വാർത്തകളെ അടിച്ചമർത്താനുള്ള ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തെ റിപ്പോർട്ടർ ടി വി ശക്തമായി അപലപിക്കുന്നു. ഇത് എല്ലാ അർത്ഥത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. സർക്കാരിനെതിരായ വാർത്തകളെ, ആശയപരമായ ഉള്ളടക്കങ്ങളുള്ള വാർത്തകളെ സോഷ്യൽ മീഡിയയുടെ ചില ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എത്ര തവണ നിങ്ങൾ നീക്കം ചെയ്താലും ഞാൻ വീഡിയോ ഇടും. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, തെറ്റത് ആരുടെ ഭാഗത്താണെങ്കിലും അവർക്കെതിരെ ഞാൻ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. ഈ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കൊടുത്തൊരു ന്യൂസ്, ആ ന്യൂസ് കേരള ഗവൺമെൻറ് ഇടപെട്ട് അത് മാറ്റിയെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ടല്ലോ ന്യൂസായിട്ട്. ശരിയാണ്, ആ ഒരു നീക്കത്തിൽ ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു ഈ ന്യൂസ് കണ്ടപ്പോൾ. വേറൊന്നുമല്ല, നമ്മളൊരു ന്യൂസ് കൊടുക്കുന്നു, ആ ന്യൂസ് സത്യസന്ധമായിട്ട് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കഴിവും പവറും യൂസ് ചെയ്ത് ആ ഒരു ന്യൂസ് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ തന്നെയാണ്. അതിലൊന്നും പറയാനില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങളുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ആ മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചു. ഞാൻ മാത്രമല്ല, പലരും കാണിച്ചിട്ടുണ്ട്. 1000 പേരിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഞാൻ. ഞാൻ ചൂണ്ടിക്കാണിച്ചത് നിങ്ങളത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടാണ് ആ ഒരു വീഡിയോ നീക്കം ചെയ്തത്. അതായത് ഏകദേശം ഞാൻ പറയട്ടെ, 30,000 അടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോഴാണ് 30,000. ആക്ച്വലി അത് അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇപ്പോൾ അറിയില്ല അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. പിന്നെ അത്രയും കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളത് തിരുത്തണം. അല്ലാതെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നത് റിമൂവ് ചെയ്യല്ല വേണ്ടത്. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് എതിരാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ മാധ്യമങ്ങളത് കാണിക്കും. അതുപോലെ തന്നെയല്ലേ ഞങ്ങളും ചെയ്തത്. നിങ്ങളുടെ ഭാഗത്തൊരു ചെറിയ പിഴവ് വന്നപ്പോൾ ഞങ്ങളത് എടുത്ത് കാണിച്ചു. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്കും എൻ്റെതായ ഫ്രീഡം ഉണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അത് വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ മിസ്റ്റേക്ക് വന്ന പോർഷനല്ലേ മുഖ്യമന്ത്രി കാപ്പിക്കാട് ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞത്, ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ അതിലാണ് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നത്. ഇനി നാളെ നിങ്ങളിത് വീണ്ടും തുടരും എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലിപ്പൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റുമല്ലോ, നമുക്ക് നോക്കാം. എന്തു തന്നെയായാലും മീഡിയ ഫ്രീഡത്തിനെ പറ്റി ഘോരെ പ്രസംഗിക്കുന്ന നിങ്ങളാണ് ഈ പണി തന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങളും ആൾക്കാർ മോശക്കാരല്ലെന്ന. അത്രേ ഉള്ളൂ കാര്യം. വേറൊന്നുമല്ല, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ താഴെ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അബൌട്ട് മീഡിയനെ പറ്റി. മീഡിയ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, നല്ല മീഡിയ ഉണ്ട്, ചീത്ത മീഡിയ ഉണ്ട്, റോങ് ഇൻഫർമേഷൻ തരുന്ന മീഡിയാസ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് ഡിലീറ്റ് ആയി പോയപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പരിഗണിക്കുക. താങ്ക് യു.